നമസ്കാരം. കുവൈറ്റിൽ സ്വദേശീവൽക്കരണം ശക്തമാകുന്നതിന്റെ ഭാഗമായി പ്രവാസികൾക്ക് മേൽ പുതിയ നിയന്ത്രണങ്ങൾ കടക്കുകയാണ്. തൊഴിൽ വിപണിയിലെ വിദേശ സാന്നിധ്യം കുറയ്ക്കാനും സ്വദേശീവൽക്കരണം കൂടുതൽ ശക്തമാക്കാനുമായിട്ട് ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. അതായത് സ്വദേശികൾക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കങ്ങൾ കുവൈറ്റിൽ ശക്തമാണ്. പ്രായപരിധി നിശ്ചയിച്ചുള്ള പിരിച്ചുവിടലുകളും വിസ നിയമങ്ങളിലെ കടുത്ത മാറ്റങ്ങളും ഉൾപ്പെടെയുള്ള നടപടികൾ രാജ്യത്തെ പ്രവാസി സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി രാജ്യത്തിന്റെ വളർച്ചയിൽ പങ്കുവഹിച്ച പ്രവാസികൾക്ക് ഈ മാറ്റങ്ങൾ വലിയ ആശങ്കയ്ക്കാണ് വഴിവെക്കുന്നത്. എന്നാൽ സാമ്പത്തിക രംഗം പുനഃസംഘടിപ്പിക്കുന്നതിനും തദ്ദേശീയർക്ക് സഹകരണ മേഖലയിൽ അടക്കം മുൻഗണന നൽകുന്നതിനും കുവൈറ്റ് സർക്കാരിന് ഇതൊരു അനിവാര്യ ഘട്ടമാണ്. ഇതോടെ കുവൈറ്റിലെ തൊഴിൽ സംസ്കാരം പുതിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. അതെ, കുവൈറ്റിൽ സ്വദേശീവൽക്കരണം കടുപ്പിക്കുന്നു. സഹകരണ മേഖലയിലുള്ള 70 വയസ്സും അതിനു മുകളിലുള്ള എല്ലാ വിദേശി ജീവനക്കാരെയും 30 ദിവസത്തിനകം പിരിച്ചുവിടാൻ സർക്കാർ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് കുവൈറ്റ് സാമൂഹിക കാര്യ മന്ത്രാലയമാണ് സഹകരണ സംഘങ്ങൾക്ക് നൽകിയത്. ഇതോടെ 70 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള എല്ലാ പ്രവാസികൾക്കും രാജ്യം വിടേണ്ടി വരും. സഹകരണ സംഘങ്ങൾ ഇത് സംബന്ധിച്ച നിയമപരമായ നടപടികൾ 30 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കിയിരിക്കണം. പിരിച്ചുവിടപ്പെടുന്നവർക്ക് സർവീസ് ആനുകൂല്യങ്ങളും മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളും പൂർണ്ണമായും നൽകണമെന്നും പിരിച്ചുവിട്ട ജീവനക്കാരുടെ പട്ടിക മന്ത്രാലയത്തിന് കൈമാറണമെന്നും ഉത്തരവിൽ പറയുന്നു. പുതിയ ഉത്തരവ് നടപ്പാകുന്നതോടെ രാജ്യത്തെ സൂപ്പർവൈസർ തലത്തിലുള്ള തസ്തികകളിൽ ഒഴിവുകൾ വരുമെന്നും ഈ ഒഴിവിലേക്ക് കുവൈറ്റ് സ്വദേശികൾക്ക് നിയമനം നൽകാമെന്നുമാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. മുൻകാലങ്ങളിലെ ഭരണസമിതിയിലെ വ്യക്തിബന്ധങ്ങളുടെയോ തെരഞ്ഞെടുപ്പ് താൽപര്യങ്ങളുടെയോ അടിസ്ഥാനത്തിൽ നടന്ന നിയമനങ്ങൾ ഒഴിവാക്കി സഹകരണ മേഖലയിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. വിസയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി കുവൈറ്റിൽ നിന്ന് വരുന്നുണ്ട്. സന്ദർശന വിസകൾ തൊഴിൽ അല്ലെങ്കിൽ റെസിഡൻസി വിസകളാക്കി മാറ്റുന്ന സംവിധാനത്തിലും കടുത്ത നിബന്ധനകൾ പ്രാബല്യത്തിലായിട്ടുണ്ട്. ഉയർന്ന ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ പ്രത്യേക അനുമതിയോടുകൂടി മാത്രമേ ഇനി മുതൽ ഇത്തരം മാറ്റങ്ങൾ സാധ്യമാകൂ. കുടുംബ സന്ദർശനത്തിനെത്തുന്ന അടുത്ത ബന്ധുക്കളുടെ വിസകൾ പോലും സ്വകാര്യ മേഖലയിലെ താമസാനുമതിയിലേക്ക് മാറ്റാൻ സാധിക്കില്ല എന്നത് സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. അതിന്റെ കൂടുതൽ കാര്യത്തിലേക്ക് വന്നാൽ, സന്ദർശന വിസകൾ താമസാനുമതിയാക്കി മാറ്റാൻ അനുവദിച്ച സൗകര്യം എല്ലാ പ്രവാസികൾക്കും ബാധകമല്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. നിശ്ചിത വ്യവസ്ഥകൾ പാലിക്കുകയും പ്രത്യേക അനുമതി നേടുകയും ചെയ്യുന്നവർക്ക് മാത്രമേ വിസ മാറ്റം അനുവദിക്കൂ. സർക്കാർ മേഖല ആർട്ടിക്കിൾ 17, സ്വകാര്യ മേഖല ആർട്ടിക്കിൾ 18, ഗാർഹിക മേഖല ആർട്ടിക്കിൾ 20, കുടുംബ വിസ ആർട്ടിക്കിൾ 22 തുടങ്ങിയ താമസ വിഭാഗങ്ങളിലേക്ക് മാറ്റുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അംഗീകാരം ആവശ്യമാണ്. ചില കേസുകളിൽ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി അഫയേഴ്സ് ഡയറക്ടർ ജനറലിന്റെയും ഉന്നത നേതൃത്വത്തിന്റെയും പ്രത്യേക അനുമതിയും വേണം. കുടുംബ സന്ദർശന വിസയിൽ എത്തിയ മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താവ്, മക്കൾ എന്നിവരുടെ വിസകൾ നിലവിൽ സ്വകാര്യ മേഖലാ താമസാനുമതിയായ ആർട്ടിക്കിൾ 18ലേക്ക് മാറ്റാൻ കഴിയില്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഉയർന്ന സാങ്കേതിക മികവും വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള പ്രൊഫഷണലുകൾക്ക് നിയമങ്ങളിൽ ചില ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഖേന എത്തുന്ന വിദഗ്ധർക്ക് രാജ്യത്തിന്റെ വികസന ആവശ്യങ്ങൾ കണക്കിലെടുത്ത് വിസ മാറ്റത്തിന് അവസരമുണ്ട്. അതായത് സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഔദ്യോഗിക ഏജൻസികൾ എന്നിവയുടെ പേരിൽ അനുവദിച്ച സന്ദർശന വിസകളിൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും സാങ്കേതിക മികവും ഉള്ളവർക്ക് നിശ്ചിത വ്യവസ്ഥകൾക്ക് വിധേയമായി വിസ മാറ്റം അനുവദിക്കും. ഗാർഹിക തൊഴിലാളികൾക്കും പ്രത്യേക സാഹചര്യങ്ങളിൽ സൗകര്യം ലഭിക്കും. പ്രവേശന വിസയിൽ എത്തിയ ശേഷം താമസാനുമതി നടപടികൾ ആരംഭിച്ചവർക്ക് നിർബന്ധിത സാഹചര്യത്തിൽ രാജ്യം വിടേണ്ടി വന്നാൽ 1 മാസത്തിനകം ബിസിനസ് സന്ദർശന വിസയിൽ തിരിച്ചെത്തി തൊഴിൽ താമസാനുമതിയിലേക്ക് മാറാം. പ്രവാസി സമൂഹത്തിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നതാണ് കുവൈറ്റിലെ പുതിയ തൊഴിൽ വിസ നയങ്ങൾ. പരമ്പരാഗതമായി ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും നിർത്തലാക്കപ്പെടുന്നത് സാധാരണക്കാരായ തൊഴിലാളികളുടെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കും. എന്നിരുന്നാലും ഉയർന്ന യോഗ്യതയുള്ള വിദഗ്ധർക്ക് നൽകുന്ന ഇളവുകൾ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. അവിടെയും ഒരു ചോദ്യം ബാക്കിയാണ്: എല്ലാവർക്കും ഉയർന്ന യോഗ്യതയുണ്ടോ എന്ന്. എങ്കിലും മാറിയ സാഹചര്യത്തോട് അതിവേഗം പൊരുത്തപ്പെടുകയും നിയമങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യുക എന്നതാണ് കുവൈറ്റിലുള്ള പ്രവാസികൾക്ക് മുന്നിലുള്ള ഏക പോംവഴി. വരും ദിവസങ്ങളിൽ കൂടുതൽ തൊഴിൽ മേഖലകളിലേക്ക് ഈ സ്വദേശീവൽക്കരണ നയം വ്യാപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.